ഇവിടെ വന്നപ്പോഴെല്ലാവരും പറഞ്ഞു മഴ പ്രതികൂലമാണെന്ന്. മഴയ്ക്കും പ്രകൃതിക്കും ഭൂമിക്കും അനുകൂലവുമില്ല പ്രതികൂലവുമില്ല, അതതിന്റെ സ്വഭാവത്തിൽ അങ്ങ് പോകുന്നു. മഴക്കറിയില്ല എപ്പോ പെയ്യണം എപ്പോ പെയ്യരുതെന്ന് ആരെങ്കിലും ഒരാൾ അവിടെ നിന്ന് തീരുമാനിച്ചിട്ട് അയക്കുന്നൊന്നുമല്ല. പണ്ടങ്ങനെ സങ്കല്പം ഉണ്ടായിരുന്നു, ദേവേന്ദ്രനാണ് മഴ പെയ്യിക്കുന്നതെന്ന്. ഇത് ശ്രീകൃഷ്ണ തിരുത്തിയത്. ദേവേന്ദ്രനെ പൂജിച്ചാലാണ് മഴ പെയ്യുക എന്ന അഭിപ്രായത്തെ ആദ്യമായി തിരുത്തിയ, ശാസ്ത്രീയമായിട്ട് കാലാവസ്ഥയെ വിലയിരുത്തിയ ആള് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അമ്പാടിയിലെ ഗോപന്മാരെല്ലാം തന്നെ മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഇന്ദ്രന് പൂജ കൊടുക്കാൻ വേണ്ടി പോവുക. ഇന്ദ്രനെ പൂജിക്കാൻ വേണ്ടി പോകുമ്പോ കൃഷ്ണൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യണ്ട. അതുവരെയുള്ള സങ്കല്പം ഇന്ദ്രന്റെ സേനകളാണ് മേഘങ്ങൾ. ദും 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 ദുന്ദുഭിനാദം നാദം നാദം ദേവദുന്ദുഭീതൻ വർഷമംഗളഘോഷം ദും 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 ദുന്ദുഭിനാദം. ഇന്ദ്രധനുസ്സേന്തി വരുന്ന വലാഹക സേനകളെ വന്നാലും ഇതിലേ 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 ദേവദുന്ദുഭീതൻ വർഷമംഗളഘോഷം എന്ന പാട്ട് കേട്ടിട്ടില്ലേ? ഇന്ദ്രധനുസ്സേന്തി വരുന്ന ഇന്ദ്രന്റെ സേനകളാണ് മേഘങ്ങൾ. എന്നാ ശ്രീകൃഷ്ണൻ പറഞ്ഞു, കേരളത്തിൽ മഴ പെയ്യുന്നത് പശ്ചിമഘട്ടം ഉള്ളത് കൊണ്ടാണെന്നും അതുകൊണ്ട് പശ്ചിമഘട്ടത്തെയാണ് സംരക്ഷിക്കേണ്ടതെന്നും. മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട് ഓർമ്മയുണ്ടോ? കസ്തൂരി രംഗന്റെ റിപ്പോർട്ട് ഓർമ്മയുണ്ടോ? ഈ കാര്യമാണ് ഏതാണ്ട് 2500 കൊല്ലം മുമ്പ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്. അമ്പാടിയിൽ മഴ പെയ്യുന്നതിന്റെ ആള് ദേവേന്ദ്രനല്ല, ഗോവർദ്ധന പർവ്വതമാണ്. അതുകൊണ്ട് പൂജ കൊടുക്കേണ്ടത് ഗോവർദ്ധനത്തെയാണ് എന്ന് പറഞ്ഞില്ലേ? ഈ പുഴയും മഴയും മലയും വെയിലും കാറ്റും എല്ലാം പ്രകൃതിയുടെ ശക്തിയാണ് നവരാത്രിയിൽ ആദ്യത്തെ 3 ദിവസം ആരാധിക്കുന്നത്. ഈ ആരാധിക്കുന്നതിന്റെ സംസ്കാരം എന്തെന്ന് തിരിച്ചറിയാത്തതിന്റെ ദുരന്തമാണ് ഈ പെരുമഴ. കാലമല്ലാത്തൊരു കാലത്തു വന്നുള്ള നീലപയോധങ്ങൾ പോന്നു വന്നോ എന്ന് ജ്ഞാനപ്പാന് കൃഷ്ണഗാഥയിൽ പറയുന്നുണ്ട്. കാലമല്ലാത്തൊരു കാലത്ത് അകാല വർഷമാണ്. അകാല വർഷമാണിപ്പോ. സാധാരണ നമ്മൾ പറയും കാലവർഷം തുടങ്ങി. കാലവർഷം എന്ന് പറഞ്ഞാൽ ശരിയായ കാലത്ത് പെയ്യുന്ന വർഷമാണ് കാലവർഷം. ഇപ്പൊ കാലത്തുണരുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? കൃത്യസമയത്ത് ഉണരുന്നതിനാണ് കാലത്തുണരുക എന്ന് പറഞ്ഞാൽ രാവിലെ ഉണരുക എന്നല്ല, ഉണരേണ്ട സമയത്ത് ഉണരുന്നതിനെയാണ് കാലത്തുണരുക എന്ന് പറയുക.